ജീവിതത്തെ നിഷ്പക്ഷമായിട്ട് ഒന്ന് വിലയിരുത്തി നോക്കിക്കോ. പല കാര്യങ്ങളും ഒറ്റക്ക് നടക്കത്തില്ല. അങ്ങനെയാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനൊരു പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സത്യസന്ധമായ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷയം എന്താ, ആൾക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താ, ഉടമ്പടി എന്ത് അനുഭവം തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല ചിലർ പറയണത് മാതാവ് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോലെ തോന്നിയെന്നാണ്. അത് ഈ കിടിലനാണ് ശരിക്കും. അമ്മയുടെ ഒരു ഡിസൈൻ അങ്ങനെയാണ്, ദൈവം അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ബൈബിൾ തുറക്കുമ്പോൾ പറയണത്. കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു. യേശുവിൻ്റെ അമ്മയും ഒരു കുടുംബാംഗം പോലെ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആളാണത്. അവിടെ യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയണത്. യേശു ശിഷ്യന്മാരും വിരുന്നുകാരെ പോലെ വന്നു ചേർന്ന ആൾക്കാരാണ്. പക്ഷെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയല്ല, വീട്ടുകാരത്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യത്യാസം ഉണ്ട് ശരിക്കും. അമ്മ വീട്ടുകാരത്തിയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് തോന്നണം, മാതാവുമായിട്ട് ജീവിക്കുമ്പോൾ തോന്നണം, മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന്. ദൈവത്തിന് ഞാൻ ദൈവമായിട്ട് എത്രയോ വർഷങ്ങളായി ജീവിക്കണതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, സത്യമായിരിക്കണം മക്കളെ, സത്യമായിരിക്കണം. കാര്യം ദൈവത്തിന് ചില കമ്പ്യൂട്ടർ പോലെയാണ്. ഇപ്പോൾ പത്താം തരം കമ്പ്യൂട്ടറൊക്കെ ഇല്ലേ, അത് അവർക്ക് ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ ആകും. അപ്പോൾ അതൊക്കെ മനസ്സിലാകും, ഇത് എററാണ് വന്നിരിക്കണമെന്ന് മനസ്സിലാകും. അടിച്ചു കയറ്റിക്കുന്ന എററാണ്. കമ്പ്യൂട്ടർ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എറർ. അതുപോലെ തന്നെയാണ് ദൈവവും. സത്യകേടായിട്ടൊരു സാധനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈശോ തന്നെ വന്നപ്പോൾ വെളിപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം എന്താ പറഞ്ഞത്? ഐ ആം ദ ട്രൂത്ത്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വചനം. എന്താണ്? ഞാൻ സത്യമാണെന്ന്. ഐ ആം ദ ട്രൂത്ത്. ഇത് നമ്മളെ കേൾക്കുന്നവന് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. ഇത് ഇത്തിരി കള്ളത്തരം കാണിച്ചാൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആവും ഈ സംഭവം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങയെ വേണ്ട വിധം അറിയാതിരുന്ന കാലത്ത് എന്റെ കയ്യിൽ നിന്ന് സത്യകേടായിട്ടുള്ള കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. കർത്താവേ, സത്യത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ നിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സത്യത്തിലും വിശുദ്ധിയിലും സംസാരിക്കാൻ നിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ.